ഹോളിവുഡ് സിനിമകൾ വഴി നമുക്ക് ഏറെ പരിചിതമാണ് സോംബികളെ. വ്രണങ്ങളും മുറിവുകളും ഒക്കെ നിറഞ്ഞ വിചിത്ര രൂപികളായ സോംബികളുടെ കടിയേറ്റാൽ നമ്മളും അവരിൽ ഒരാളായി മാറും. അങ്ങനെ ആയിരക്കണക്കിന് സോംബികൾ അലറി വിളിച്ചു വരുന്ന സിനിമകൾ പിന്നീട് ഹോളിവുഡിൽ നിന്നും ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും വരെ എത്തി. പക്ഷെ ആ സോംബി സിനിമകളിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണണമെങ്കിൽ അമേരിക്കയിലെ ലഹരി തെരുവുകളിലേക്ക് പോകണം. ദേഹമാസകല മുറിവുമായി നൂറുകണക്കിന് ആളുകൾ സോംബികളെ പോലെ ഒരു സ്ഥലത്തേക്ക് നോക്കിയും തല താഴ്ത്തിയും ഒക്കെ മണിക്കൂറുകൾ ഒറ്റ നിൽപ്പാണ്. തെരുവുകളിൽ വെട്ടുകിളി പോലെ കൂട്ടം പോലെ എത്തി ലഹരി കുത്തിവെക്കുന്നവർ ധാരാളം. ഇതൊരു തുടക്കമാണ്. ക്രമേണ മയങ്ങി മയങ്ങി വീഴും, റോഡിൽ തൂങ്ങി നിൽക്കും, ഒരു ദിവസം പൊടുന്നനെ അങ്ങ് മരിച്ചും പോകും. പറഞ്ഞു വരുന്നത് അമേരിക്കയിലെ സോംബി സ്ട്രീറ്റുകളെ കുറിച്ചാണ്. അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലും ഫിലാഡൽഫിയയിലും ഒക്കെയാണ് ഏറ്റവും കുപ്രസിദ്ധമായ സോംബി തെരുവുകളുള്ളത്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത് സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. 2023 ബംഗളൂരു യൂട്യൂബർ ഇഷാന്ത് ശർമ്മ സാൻ ഫ്രാൻസിസ്കോയിലെത്തി സോംബികളെ പോലുള്ള ആളുകൾ എന്ന ക്യാപ്ഷനോട് ഒരു വീഡിയോ എക്സിൽ പങ്കുവച്ചത് വൈറലായിരുന്നു. വീഡിയോയിൽ തെരുവുകളിൽ തളർന്നു വീണ് കിടക്കുന്ന നിരവധിയായ മനുഷ്യരെ, എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത നിലത്തുകൂടി ഇഴയുന്നവരെ ഒക്കെ കാണാൻ സാധിക്കും. പിന്നീട് സുജിത് ഭക്തനും ഈയിടെ ഒരു വീഡിയോ ചെയ്തു. ഇന്ന് അമേരിക്കയിലെ ഡ്രഗ് സിറ്റി എന്നറിയപ്പെടുന്ന ഫിലാഡൽഫിയയിലെ കെന്നിങ്സ്ഡൺ ഒരു കാലത്ത് സമ്പന്നമായ സമാധാനമുള്ള ഒരു പ്രദേശമായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ടെക്സ്റ്റൈൽസ്, കാർപ്പറ്റ് വ്യവസായത്തിന് പേരുകേട്ട പ്രദേശമായിരുന്നു. പിന്നീട് 20ാം നൂറ്റാണ്ടിലും ഒരുപാട് ഫാക്ടറികളുമായി ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഈ പ്രദേശം വികസിച്ചു. ഫാക്ടറികളിലെ ബാലവേല വ്യാപകമായിരുന്നു. 1950കളിൽ പല വ്യവസായ സ്ഥാപനങ്ങളും കെനിസിംഗ്ടൺ വിട്ടുപോയി. ഇതോടെ തദ്ദേശീയർക്ക് തൊഴിലില്ലാതെയായി. ബാലവേല വർദ്ധിച്ചു. വലിയൊരു വിഭാഗം ജനത മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി. അവശേഷിക്കുന്നവർക്കിടയിൽ ദാരിദ്ര്യം വർദ്ധിച്ചു. ഇവിടെ ആളുകൾ വിട്ടുപോയ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ തമ്പടിച്ചു. 1970കളിൽ കെൻസിംഗ്ടണിൽ ലഹരിമരുന്ന് മാഫിയയുടെ കേന്ദ്രമായി മാറുന്നുണ്ട്. മെക്സിക്കൻ ഡ്രഗ് കാർട്ടലിന്റെ സുവർണ കാലമായിരുന്നു അത്. അന്ന് തൊട്ടേ ഈ കെനിങ്സ്ഡൺ കുപ്രസിദ്ധമായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്നത് പോലെ സോംബി തെരുവായത് 2015 മുതലാണ്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ നാടും വീടും വിട്ട് ഇവിടെ എത്തുന്നു. അവർക്കൊരു അജണ്ടയേ ഉള്ളൂ, ലഹരി. അതിവിടെ വലിയ ചെലവില്ലാതെ കിട്ടും. കിക്കിൽ അന്തം വിട്ട് തെരുവുകളിൽ മനുഷ്യർ തൂങ്ങി നിന്നു. അക്രമങ്ങളും കശപിശകളും കൂടി. ഇതോടെ കൂടുതൽ നാട്ടുകാർ പ്രദേശം ഉപേക്ഷിച്ചു. കോവിഡ് കാലത്ത് ഡ്രഗ് ഉപയോഗം വ്യാപകമായി. തദ്ദേശീയർ ഉപേക്ഷിച്ചു പോയ കെട്ടിടങ്ങൾ സോംബികൾ താവളമാക്കി. അങ്ങനെ ഇതൊരു സോംബി സ്ട്രീറ്റായി. സിറിഞ്ചിൽ നിറച്ച ലഹരി പരസ്പരം കുത്തിവെച്ച് സഹായിക്കുന്നതൊക്കെ ഈ തെരുവുകളിലെ സാധാരണ കാഴ്ചകളാണ്. വഴിവെക്കിലും പാളത്തിനടിയിലും നൂറുകണക്കിന് സിറിഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഡ്രഗ് ഉപയോഗിക്കുന്നവരിങ്ങനെ ശരീരം മൊത്തം പഴുത്തു വ്രണമായി മരിക്കാറില്ല. അപ്പോൾ ആ ഡ്രഗിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. സോംബി തെരുവിലെത്തുന്നവരെ അതിദയനീയമായ അന്ത്യമാണ് കാത്തിരിക്കുന്നത്. അതിന്റെ കാരണം സാധാരണ ഉപയോഗിക്കുന്ന ഡ്രഗ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരുതരം മരുന്നാണ് അവർ ഉപയോഗിക്കുന്നത്. മാംസം തിന്നുന്ന മരുന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൈലസിൻ. കുതിര, പശു തുടങ്ങിയ നാൽക്കാലികളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സൈലസിൻ എന്ന ട്രാൻക്വലൈസർ ആണ് ഇവിടെ മനുഷ്യരിൽ കുത്തിവെക്കുന്നത്. താരതമ്യേന വില കുറവായതിനാലും ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ലഭ്യമായതിനാലും സാമ്പത്തികമായി താഴെ തട്ടി നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് ഇവ ഒഴുകുകയാണ്. കുതിരയെ മയക്കാനുള്ള മരുന്നായതിനാൽ അമേരിക്കയിൽ ഇത് നിരോധിച്ചിട്ടില്ല. അതിനാൽ സൈലസിൻ കൈവശം വെച്ചു എന്നതിന്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കാനും കഴിയില്ല. പക്ഷെ വെറും സൈലസിൻ മാത്രമായിട്ടല്ല പലരും ഉപയോഗിക്കുന്നത്. ഫെന്റനിൽ, ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയവയുമായി കൂട്ടിക്കലർത്തിയുള്ള കൊക്ടെയിൻ ഡ്രഗ് അഥവാ ട്രാങ്കായാണ് ഇവ വിൽക്കപ്പെടുന്നത്. ഇതിന് അടിമപ്പെട്ടാൽ ജീവിതം തിരിച്ചുപിടിക്കുന്ന അത്ര എളുപ്പമല്ല. ട്രാങ്കുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് 2000ന്റെ മധ്യത്തിലാണെന്ന് കരുതപ്പെടുന്നു. പോർട്ടോറിക്കോയിലാണ് ആദ്യമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നീട് അത് ഫിലാഡൽഫിയയിലേക്കും അമേരിക്കയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇത് അങ്ങോട്ട് ആദ്യം എത്തിച്ചത് മെക്സിക്കൻ മാഫിയയാണ്. ഇത്തരക്കാരെ ആദ്യം സൈലസിൻ കൊടുത്ത് വശത്താക്കും, പിന്നെ കാരിയസ് ആക്കും. പോലീസ് ശക്തമായ നടപടിയെടുത്തതോടെ ഒരു വിധത്തിൽ ഒതുങ്ങിയ സമയത്ത് കോവിഡ് വന്നു. വ്യവസായം തഴച്ചു വളർന്നു. സൈലസിനൊപ്പം ഫെന്റനിൽ എന്ന ഒപ്പിയോയിഡുകൾ ഉപയോഗിക്കുമ്പോഴാണ് അവസ്ഥ കൂടുതൽ മാരകമാകുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹെറോയിനേക്കാൾ 50 മടങ്ങാണ് ഫെന്റനിലിന്റെ ദൂഷ്യവശം. കോശങ്ങൾ നശിച്ച് തൊലി ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലേക്ക് മാറും. ഈ പഴുപ്പ് ഗുരുതരമാകുമ്പോൾ ശരീരഭാഗങ്ങൾ മുറിച്ചു കളയേണ്ടതായി വരും. ഇത് ഉപയോഗിക്കുന്ന വ്യക്തി മണിക്കൂറുകൾ നീളുന്ന മയക്കത്തിലേക്ക് വീഴും. ഉണർന്നാൽ വീണ്ടും അടുത്ത ഡോസ് എടുക്കാനുള്ള പ്രവണത തോന്നും. ഇതുകൊണ്ട് സോംബി തെരുവുകളിൽ എപ്പോഴും ചുമലുകൾ ഒടിഞ്ഞു തൂങ്ങിയതുപോലെ തല താഴേക്കിട്ട് മണിക്കൂറുകൾ ഒരേ നിൽപ്പിൽ നിൽക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. 6 മാസം തുടർച്ചയായി ഇത് ഉപയോഗിച്ചാൽ 30കാരൻ 60കാരന്റെ അവസ്ഥയിലെത്തും. ഇഞ്ചിഞ്ചായുള്ള മരണം ഉണ്ടാകും. ഓവർഡോസ് ഉണ്ടായാൽ മരണം ഉറപ്പാണ്.
2019 ആയപ്പോഴേക്കും 627 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2020 അത് ഇരട്ടിയായി. 2021 3468 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് സൈലസിൻ ഓവർഡോസിൽ മരിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അമേരിക്കയിലെ സോംബി തെരുവുകളെ കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ എത്തുന്നവരിൽ 90% ഹോംലെസ് എന്ന് വിളിക്കാവുന്ന നിർധനരാണ്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യവും പലരെ ഈ തെരുവിലെത്തിക്കും. അമേരിക്ക അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക അസമത്വത്തിന്റെ ഇരുണ്ട വശം കൂടിയാണ് ഈ തെരുവുകൾ. സദാ കഞ്ചാവിൽ തുടങ്ങി പതുക്കെ സൈലസിനിലെത്തുന്നതാണ് മിക്കവരുടെയും ജീവിതം. പക്ഷെ ഒരു ചെറിയ ശതമാനം വരുന്ന മറ്റൊരു കൂട്ടരുണ്ട്. വലിയ സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ജനിച്ച് മാനസിക കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് സ്വന്തം ഐഡന്റിറ്റി ഉപേക്ഷിച്ച് ഇവിടെ എത്തുന്നവരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് പകരം സൈലസിനിൽ അഭയം പ്രാപിച്ച് സോംബികളായി അലയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പ്രശസ്തമാവുന്നത് അവിടുത്തെ കാഴ്ച ബംഗ്ലാവ് കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ പറയാറില്ലേ. എന്നാൽ ഫിലാഡൽഫിയയിലെ ഈ കെനിങ്സ്ടൺ സ്ട്രീറ്റ് കുപ്രസിദ്ധമായിരിക്കുന്നത് മനുഷ്യരുടെ ഈ കാഴ്ച ബംഗ്ലാവ് എന്നതിലൂടെയാണ്. മയക്കുമരുന്നടിച്ച് കിളി പോയി തല താഴ്ത്തി നിൽക്കുന്ന, സ്വബോധം നഷ്ടപ്പെട്ട് തെരുവിൽ ഇഴഞ്ഞു നടക്കുന്ന, നടപ്പാതയിൽ സിറിഞ്ചുമായിരിക്കുന്ന, തൊലി ചുക്കിച്ചുളിഞ്ഞ് വ്രണങ്ങൾ പഴുത്ത് പൊട്ടിയൊലിക്കുന്ന, കണ്ണുകൾ മിഴിച്ചിരിക്കുന്ന, ദൃഷ്ടി ഉറക്കാത്ത സോംബി മനുഷ്യരെ കാണാൻ ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളും വ്ളോഗർമാരും യൂട്യൂബർമാരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. സോംബി ടൂറിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അധാർമികമായ ഒന്നാണെന്ന വിമർശനം അമേരിക്കൻ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും സോംബി മനുഷ്യരെ ചിത്രീകരിക്കുകയും ഉയർത്തുന്നുണ്ടെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് അമേരിക്കയുടെ. എന്തായാലും അമേരിക്ക വ്യക്തി സ്വാതന്ത്ര്യത്തിന് പേര് കേട്ട നാടാണ്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗമൊന്നും അവിടെ നിരോധിക്കാനും സാധിക്കില്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന കഥകളാണ് സോംബി തെരുവുകളിൽ നിന്നും വരുന്നത്.